പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി മനസ്സിലാക്കി ആ തിരുരക്തത്തിലൂടെ വലിയ വിടുതലും വലിയ സംരക്ഷണവും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ രക്ഷാകര പ്രവൃത്തിയിലേക്ക് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട വലിയ വിമോചനം അങ്ങ് നൽകണം. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ മക്കൾ പെട്ടുപോയ വീണുപോയ ചില പൈശാചിക കെണിയിൽ നിന്ന്, അവരെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടുവിക്കുവാൻ യേശുവേ അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതയില് ശക്തിയില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ നിയോഗങ്ങളോടുകൂടി എല്ലാ അവസ്ഥകളോടുകൂടി കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണം. രക്തത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതല്, സൗഖ്യം, വിമോചനം, മാനസാന്തരം എല്ലാം സംഭവിക്കട്ടെ എന്ന് യേശു നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആത്മീയമായ പോരാട്ടത്തില് പിശാചിനെ ഉപയോഗിച്ച് പൈശാചിക പ്രവർത്തികൾ ചെയ്ത് അനേക മക്കള് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബിസിനസ്സുകളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അതിനെതിരെ ശക്തമായ ആയുധം നമുക്കുണ്ട്. ഇത് മറ്റൊന്നുമല്ല, കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ തിരുരക്തം. പിശാചിന് 3 ഭയമുള്ള കാര്യങ്ങളുണ്ട്. 1 ഈശോയുടെ പരിശുദ്ധ നാമം, 2 ഈശോയുടെ പരിശുദ്ധ രക്തം, 3 പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ നാമം, അമ്മയുടെ രക്തക്കണ്ണീര്, അമ്മ നൽകുന്ന സംരക്ഷണം, ജപമാല, ഉത്തരീയം. ഇത് നമ്മൾ സ്വന്തമാക്കി പോകണം. അതൊന്നുമില്ലാതെ നമ്മുടെ മക്കള് പലതിന്റെ പിന്നാലെ ഉത്തരീയമില്ല, ജപമാലയില്ല, യേശുനാമമില്ല, ഉദാശയില്ല, അങ്ങനെ പോയി അനേകം പിശാചിന്റെ പിടിയിൽ പെട്ടുപോയ മക്കള് ഇഷ്ടം പോലെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മേഖലയ്ക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ക്ഷുദ്രശക്തികൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ. ക്ഷുദ്രം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി നമ്മുടെ മക്കളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തകർക്കാനോ, പഠനത്തില് അവരെ തോൽപ്പിക്കാനോ, ആരോഗ്യത്തിൽ അവരെ നശിപ്പിക്കാനോ ഒക്കെ വേണ്ടി ചെയ്യുന്ന ആഭിചാര്യ ക്രിയ, ക്ഷുദ്ര പ്രവൃത്തി. ഞാന് ധ്യാനത്തിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ ടോക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ചില വസ്തുക്കൾ, ഇപ്പൊ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു ഗിഫ്റ്റ്, ഇതിന് വേണമെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ക്ഷുദ്രമാക്കാം. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ ഒരാത്മാവിനെ കയറ്റുന്ന ഒരു പ്രവൃത്തി. ഒരു മുട്ടയില് അല്ലെങ്കിൽ ഒരു നാണയത്തില് അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും വസ്തുവില് ഒരു പിശാചിനെ വിളിച്ച് കയറ്റി നശിപ്പിക്കാനോ, കൊല്ലാനോ, ഇല്ലാതാക്കാനോ, തോൽപ്പിക്കാനോ, അല്ലെങ്കിൽ ചില പാപത്തിലേക്ക് നയിക്കാനോ ഇടയാകുന്ന വിധത്തില് അല്ലെങ്കിൽ ശപിക്കുക. നമുക്കറിയാം, സംഗീത പുസ്തകത്തില് ബാലാമിനെ കൊണ്ടുവന്ന് ശപിക്കാൻ വേണ്ടി ബാലാക്ക് കൊണ്ടുവരുന്നുണ്ട്. ശപിക്കുക, ഒരു ശാപത്തിന് ആത്മാവിനെ പറഞ്ഞു വിട്ട് ഒരു ദേശത്തെ, ഒരു ജനത്തെ നശിപ്പിക്കുക, അതിനുവേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാലാം വരുന്നു. നമുക്കറിയാലോ, ബാലാമിന് ശപിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ബാലാം പറയുന്നുണ്ട്, ദൈവജനം, വേറിട്ട് പാർക്കുന്ന ജനം, കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ കൂടെ നിർത്തി വചനം അനുസരിച്ച് ജീവിക്കുന്ന ജനം വേറിട്ട് പാർക്കുന്നു, ഇടകലരുന്നില്ല. കണ്ടോ, അവന്റെ ശക്തി ഇടകല. നമ്മുടെ മക്കള് എല്ലാത്തിനോടും ഇടകലർന്ന് വേറിട്ട് പാർക്കേണ്ടത് വേറിട്ട് പാർക്കാതെ അവന്റെ കൂടെ, അവളുടെ കൂടെ അതും തിന്ന് അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അതും കുടിച്ച് അവിടെ ഇരുന്ന് ഇതിന്റെ പിന്നാലെ പോയി നശിച്ചു പോയ മക്കൾ. ദൈവത്തിന്റെ മക്കള് വേറിട്ട് പാർക്കും, ഇടകല്ലാതെ ജീവിക്കും, തിന്മയില്ലാതെ ജീവിക്കുന്നു, അകൃത്യമില്ലാതെ ജീവിക്കുന്നു. അവരുടെ കൂടെ കർത്താവുണ്ട്. വീണ്ടും ബാലാം പറയുന്നുണ്ട്, കാട്ടുപോത്തിന്റേതിന് സദൃശമായ കരുത്ത് അവർക്കുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ബാലാം പറയുന്നത്, യാക്കോബിന് ആഭിചാര്യം ഏൽക്കത്തില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഭരിക്കത്തില്ല. ക്ഷുദ്രവിദ്യയുണ്ട്, നശിപ്പിക്കാൻ, തകർക്കാൻ, തോൽപ്പിക്കാൻ, ചില കുരുക്കിൽ പെടുത്താൻ, ചിലതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകാൻ ക്ഷുദ്ര പ്രവൃത്തിയുണ്ട്. ക്ഷുദ്രവിദ്യ പ്രയോഗിക്കുന്നവരുണ്ട്.
അത് അതിശക്തമായിട്ട് നമ്മുടെ മക്കൾക്കെതിരെ, നമ്മുടെ ബിസിനസ്സുകൾക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ അതിപ്രബലമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്രദ മക്കളെ, ഈ മേഖലകളിലൊക്കെ ഈ ശക്തികൾക്കെതിരെ, ഈ വിദ്യകൾക്കെതിരെ നമുക്കുള്ള ഏറ്റവും വലിയ ആയുധമാണ് കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ രക്തം. ആ രക്തത്തിന്റെ കോട്ട, ആ രക്തത്തിന്റെ സംരക്ഷണം, കർത്താവിന്റെ സജീവ സാന്നിധ്യം, ഇത് നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് ഇതുപോലെ ശുദ്ധവിദ്യയിൽപ്പെട്ട് നശിച്ച് കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് തോൽപ്പിക്കപ്പെട്ട് പഠനത്തിൽ വളരാൻ പറ്റാതെ ഒന്നിലും ഏതിലും ഒരു വളർച്ചയില്ലാതെ വേദനിക്കുന്ന അനേക മക്കള് ഈ മേഖലയിൽ പെട്ടിറക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ക്ഷുദ്ര ശക്തികൾക്ക് അടിമപ്പെട്ട് നശിച്ചു പോയ, തകർന്നു പോയ മക്കളെ യേശുവിന്റെ പരിശുദ്ധ രക്തം, ഈ ജൂലൈ മാസത്തില് യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ വണക്കമാസത്തില് ആ രക്തത്തിന്റെ ശക്തി കർത്താവ് തന്നെ പ്രകടമാക്കുന്ന ഈ പുണ്യദിനങ്ങളില് നമ്മുടെ മക്കൾക്കെതിരെ, നമുക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്ഷുദ്രവിദ്യകളിൽ നിന്ന്, ക്ഷുദ്ര ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം വേണം. അതിലൂടെ ബന്ധിക്കപ്പെട്ടു പോയ മക്കളുണ്ട്. അവർക്കറിയാൻ പാടില്ല ചില മേഖലകളിൽ. ഞാൻ പറഞ്ഞില്ലേ, പെട്ടുപോകാനുള്ള കാരണം നമ്മൾ അതിലേക്ക് പിന്നാലെ പോയത് കൊണ്ടാ. അല്ലെങ്കിൽ ശത്രുത, ഒരാൾക്ക് ശത്രുത, അസൂയ, ഇതൊക്കെ വരുമ്പോ ക്ഷുദ്രം ഉപയോഗിക്കുന്നവരുണ്ട്. വെറുപ്പ് വരുമ്പോ, ശത്രുത വരുമ്പോ, അസൂയ വരുമ്പോ കൊച്ചെന്നിട്ട് പഠിക്കുന്നു. അല്ലെങ്കിൽ കൊച്ച നല്ല കഴിവുള്ള കൊച്ച ഉയർന്നു പോകും, അല്ലെങ്കിൽ ആ കൊച്ചിനെ പ്രേമിച്ചെടുക്കുക, അങ്ങനെ പല കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ ഏതെങ്കിലും അവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ക്ഷുദ്രവിദ്യ, ആഭിചാര്യം ഏൽക്കാത്ത വിധത്തില് കർത്താവിന് തിരുരക്തത്തിന്റെ കോട്ട കിട്ടി നമ്മുടെ മക്കളെ സംരക്ഷിച്ച് പിടിക്കണം. നമ്മുടെ മക്കൾ പല സ്ഥലങ്ങളിൽ പോകുന്നു, പല രാജ്യങ്ങളിൽ പോകുന്നു, ദൂരസ്ഥലത്ത് പോകുന്നു, പലരുമായിട്ട് ഇടപെടുന്നു. നമ്മുടെ മക്കൾ ശത്രുതയുള്ളവരും അസൂയുള്ളവരും ഇവിടെയൊക്കെ നമ്മുടെ മക്കളെ ക്ഷുദ്രവിദ്യക്കോ ആഭിചാരത്തിനോ അടിമപ്പെട്ടു പോകാൻ ഇടയാകാത്ത വിധത്തില് നമ്മൾ പൊതിഞ്ഞു പിടിക്കണം. മക്കളെ, എന്നെ കേൾക്കുന്ന മക്കളെ, മക്കളുണ്ടെങ്കിൽ ഓർത്തോളം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് കർത്താവിന് രക്തം കൊണ്ട് കോട്ട കെട്ടി പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടാ. ഒരുമാതിരി പറഞ്ഞ മനസ്സിലാവുന്ന സമയമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതിന്റെ കാരണം അച്ഛൻ പിന്നീട് പറയും, ദിവസങ്ങളിൽ പറയും. പ്രിയ മക്കളെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ചില നിസ്സഹായതയില് ഈ മക്കള് വരുമ്പോ പറ, മക്കളെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, എന്നെ പൊതിയണമേ. പ്രാർത്ഥിക്കാൻ പറ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഞങ്ങളുടെ മക്കളെ പൊതിയണമേ. ശരീരത്തെ, അവയവങ്ങളെ, അവരുടെ ചിന്തകളെ, അവരുടെ ഓർമ്മകളെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ സ്വപ്നങ്ങളെ തിരുരക്തമേ, തിരുജലമേ പൊതിയണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളെ, നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമില്ല, ഇത് തമാശ കളിയല്ല. ഗൗരവത്തോടെ എടുക്ക് ഈ ശുശ്രൂഷയും ഈ പ്രാർത്ഥനയും, ഗൗരവത്തോടെ എടുക്ക്. ഈ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചുമ്മാ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കൗൺസിലിംഗ് കൊണ്ടും ഉപദേശം കൊണ്ടും കരഞ്ഞു കാണിച്ചുകൊണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടും ശിക്ഷിച്ചുകൊണ്ടും ഒരാളെ നന്നാക്കാൻ പറ്റില്ല. കാരണം ഈ ആത്മീയ പോരാട്ടത്തിൽ ആത്മീയമായ ആയുധങ്ങള് കർത്താവ് നമുക്ക് നൽകിയത് ഉപയോഗിക്കണം. സംരക്ഷണം ഏർപ്പെടുത്തണം. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാചിന്, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിശാചിന് ഏറ്റവും ഭയമുള്ള ആയുധമായ യേശുവിന്റെ പരിശുദ്ധ രക്തം നമ്മൾ തളിച്ച് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരിയേറെ മക്കൾ അനുഭവത്തിനാണ് കേട്ടോ അച്ഛനെ പറയുന്നതൊക്കെ. അനേക മക്കൾ ദിവസങ്ങളിൽ പല പല അനുഭവങ്ങൾ, പല സംഭവങ്ങൾ ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ദിവസങ്ങൾക്ക് അനേക പേരാണ് അന്ന് വേന കഴിഞ്ഞിട്ട് എത്രയോ പേരാ അത്ഭുതങ്ങൾ, അവരുടെ രോഗശാന്തികൾ, ജോലി കിട്ടി, മിഷൻ, എന്തുമാത്രം അത്ഭുതങ്ങൾ എന്നറിയോ. എന്റെ മക്കളെ, ഈ പറയുന്നത് വെറും തമാശ കാര്യമില്ല, കെട്ടുകഥകളല്ല. ഇതിന്റെ ശക്തി സ്വന്തമാക്കി പ്രാർത്ഥിച്ചാൽ അനേകം പേർക്ക് കർത്താവിന്റെ പ്രകടമായ കരബലത്തിന്റെ പ്രവർത്തികൾ കാണാൻ കഴിഞ്ഞു എന്നതില് കർത്താവിന് നന്ദി പറയാണ്. തന്റെ ഈ രക്ഷാകര രഹസ്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഇടപെടുന്ന കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ ശുശ്രൂഷ, മക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ, മക്കളുള്ള മാതാപിതാക്കള്, അനേകം മാതാപിതാക്കൾ
മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്യണം. അനേക ആയിരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കട്ടെ. കാരണം നമ്മുടെ മക്കള് ഇനി അതും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോട് കൂടി എടുത്ത് ചെയ്തോ. കർത്താവിന്റെ രക്തക്കോട്ട കെട്ടി സംരക്ഷിച്ച് രക്തശക്തിയാൽ നിർവീര്യമാക്കി സാത്താന്റെ ആധിപത്യങ്ങളെ, ക്ഷുദ്ര ശക്തികളെ, ആഭിചാര ശക്തികളെ ബഹിഷ്കരിക്കും. ഇനി അങ്ങോട്ട് കുറെ മേഖലകള് അനുഭവത്തിൽ നിന്നും സത്യമായ സാക്ഷ്യത്തിൽ നിന്നും അച്ഛൻ പറയും, പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ വിടിവിക്കണ്ടേ, നമ്മുടെ മക്കളെ രക്ഷിക്കണ്ടേ, നമ്മുടെ മക്കൾ കരുത്തുള്ളവരും അന്തസ്സുള്ളവരും, ഞാൻ പറഞ്ഞു അന്തസ്സുള്ളവരുമായിട്ട് മാറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഇതിന്റെ ഒരു വിമോചനത്തിന്റെ ശക്തി കത്തോലിക്ക സഭയിലും പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും കുടുംബങ്ങളിലും നമ്മുടെ ജോലി, ബിസിനസ്, ശുശ്രൂഷ, പഠനം എല്ലാത്തിലും അതിശക്തമായി പ്രകടമാകാൻ വേണ്ടി കൂടി ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, രക്ഷിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തമായ സൗഖ്യത്തിനു വേണ്ടി, സംരക്ഷണത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാചിന് ഏറ്റവും ഭയമുള്ള ആയുധമായ അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ പ്രവൃത്തികളെ, അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും എല്ലാ സാന്നിധ്യങ്ങളെയും നിർവീര്യമാക്കുന്ന അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആഭിചാരത്തിന്റെയും ക്ഷുദ്രവസ്തുവിന്റെയും ശക്തികൾക്ക് അടിമപ്പെട്ട് കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളെയും അവന്റെ ആധിപത്യങ്ങളെയും അവന്റേതായ പ്രവൃത്തികളെയും നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, തകർക്കുന്ന, തോൽപ്പിക്കുന്ന, ചില പാപത്തിൽ വീഴ്ത്തുന്ന, കർത്താവേ ശാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ ക്ഷുദ്രവിദ്യകളെയും യേശുവിന്റെ നാമത്തില് കർത്താവേ അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്തയോഗ്യതയില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. അങ്ങയുടെ പരിശുദ്ധ രക്തം ഒഴുകട്ടെ. തിരുരക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. തിരുരക്തത്തിന്റെ വിടുതൽ സംഭവിക്കട്ടെ. തിരുരക്തത്തിന്റെ വിമോചനം സംഭവിക്കട്ടെ. തിരുരക്തത്തിന്റെ സൗഖ്യം സംഭവിക്കട്ടെ. തിരുരക്തത്തിലൂടെ സാത്താന്റെ ആധിപത്യങ്ങൾ, അധികാരങ്ങൾ അവസാനിക്കട്ടെ. ഈശോയെ, ഇങ്ങനെ വീണുപോയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ക്ഷുദ്രവിദ്യക്ക് അടിമപ്പെട്ട്, ആഭിചാര്യത്തിന് അടിമപ്പെട്ട് പലതിലും കുടുങ്ങിക്കിടക്കുന്ന മക്കള്, പഠനത്തില്, ജോലിയില്, വിവാഹം നടക്കുന്നില്ല, സൗന്ദര്യത്തില്, ആരോഗ്യത്തിന്റെ മേഖലയില്, കർത്താവെ ബിസിനസ്സില്, കുടുംബ ജീവിതത്തില്, കുടുംബ സ്നേഹത്തില്, വിശുദ്ധിയില്, പ്രാർത്ഥനയില്, വിശ്വാസ ജീവിതത്തില് കർത്താവെ അടിമപ്പെട്ടു പോയ, ബന്ധിക്കപ്പെട്ടു പോയ, അകറ്റപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഭിചാരി ശക്തികളെ, ക്ഷുദ്രവിദ്യകളെ, അതിന്റെ ആധിപത്യ ശക്തികളെ അങ്ങയുടെ നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് ബന്ധിച്ച് നിർവീര്യമാക്കി അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഈ മേഖലകളില് പ്രകടമാകട്ടെ. ഈശോ, ഞങ്ങളുടെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങേ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. അങ്ങയുടെ രക്തത്താൽ തന്നെ ശക്തീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ രക്തത്താൽ ജീവൻ പ്രാപിക്കട്ടെ. അങ്ങയുടെ രക്തത്താൽ അങ്ങയുടെ സ്വന്തമായിട്ട് മാറട്ടെ. അത്യുരക്തത്തിന്റെ ശക്തി അങ്ങയോടുള്ള ആഴമായ സ്നേഹത്തിലും വിശ്വാസത്തിലും ഉദാസ ബന്ധത്തിലും ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ ഉറപ്പിക്കട്ടെ. ഞങ്ങളുടെ മക്കള് നന്നായിട്ട് പഠിക്കട്ടെ. ഞങ്ങളുടെ മക്കള് വിശുദ്ധിയിൽ ജീവിക്കട്ടെ. ഞങ്ങളുടെ മക്കള് പാപ സാഹചര്യം ചേർത്ത് നിൽക്കട്ടെ. അഭിചാരി, മന്ത്രവാദ, കൂടോത്ര ശക്തികളെ രക്തശക്തിയാൽ തകർത്തുകൊണ്ട് ഞങ്ങളുടെ മക്കൾ ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് വിവാഹം നടക്കാത്ത മക്കള്, വിവാഹം വേണ്ടാത്ത വിധത്തില് ചില ശക്തികൾ അവരെ തെറ്റായ ചിന്തകൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾ, ചിലതിലേക്കൊക്കെ വശീകരിച്ച് വീഴ്ത്തി ഈ അഭിചാരി ക്ഷുദ്ര ശക്തികൾ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കൾ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടേതാക്കി മാറ്റണേ. ഞങ്ങളുടെ മക്കളെ വചനത്തോട്
അനുസരണമുള്ളവരാക്കണേ. ഞങ്ങളുടെ മക്കളെ കൂദാശയോട് താല്പര്യമുള്ള മക്കളാക്കി മാറ്റണേ. ഞങ്ങളുടെ മക്കളെ കുടുംബത്തോടും കുടുംബ ബന്ധത്തോടും താല്പര്യമുള്ള സ്നേഹമുള്ള മക്കളാക്കി മാറ്റണേ. എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം മക്കളിൽ ഒഴുകട്ടെ, അഭിഷേകം അവരിൽ നിറയട്ടെ. ഞങ്ങളുടെ മക്കള് അഭിഷേകത്താൽ നിറയട്ടെ. അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകട്ടെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഞങ്ങളുടെ വീട്ടിലും മണ്ണിലും അങ്ങയുടെ പരിശുദ്ധ രക്തം ഒഴുകട്ടെ. അഭിഷേകമുള്ള കൃപയുള്ള കുടുംബം, കൃപയുള്ള മക്കൾ, കൃപയുള്ള കുടുംബാംഗങ്ങൾ ഞങ്ങളെല്ലാവരും ആയിത്തീരട്ടെ. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഈശ്വരാശീർവാദം ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആശീർവാദത്തിലൂടെ അങ്ങയുടെ പരിശുദ്ധ രക്തം തളിച്ച് വിശുദ്ധീകരിച്ച് അങ്ങയുടെ ദിവ്യവരങ്ങൾ ഭക്ഷിച്ച് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ, വിടുവിക്കണമേ. സൗഖ്യവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കണമേ. ആരാധന ഈശോയെ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി പ്രകടമാക്കി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ പിടിവിക്കണമേ, സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കണമേ. കൃപയിൽ അങ്ങേ തിരുഹൃദയത്തിൽ